കാണുന്ന പഴത്തിന് ഇതേപോലൊരു ചോക്ലേറ്റ് കേക്ക് ആക്കി മാറ്റിയാലോ? സംഭവം ഞാനിത് ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാണ് കേട്ടോ. കുറേ റീൽസ് കണ്ടിരിക്കണ ഇൻസ്റ്റഗ്രാമിൽ. അത് വെച്ചാണ് ഞാൻ ഈ പരീക്ഷണത്തിന് ഇറങ്ങുന്നത്. സാധാരണഗതിയിൽ ഈ ഒരു റോബസ്റ്റ പഴം പഴുത്ത് ചെയ്യാനായിട്ടുള്ള അവസ്ഥയിലാണ് എല്ലാവരും ഈ ഒരു കേക്ക് ഉണ്ടാക്കൽ. പക്ഷേ എൻ്റെ വീട്ടിലെന്തോ പഴത്തിന് അങ്ങനെ ഒരവസ്ഥ വരാറേ ഇല്ല. കാരണം എൻ്റെ 2 ബോയ്സിനും പഴം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റത്തെ ഒരു പഴം കാണാതെ ഞാൻ ഒളിപ്പിച്ച് വെച്ചതേനു ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം പഴം ആദ്യം നല്ലപോലെ ഒന്ന് മാഷ് ചെയ്യാൻ ഞാൻ ആകെ ഒരു പഴം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ആകെ ഒരു പഴമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്കൊരു 1/4 ടീസ്പൂണ് വനില എസൻസും പിന്നെ ഒരു എഗ്ഗും പിന്നെ ഒരു നുള്ളു ഉപ്പും പിന്നെ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ 1/2 കപ്പ് പഞ്ചസാരൻ്റെ ആവശ്യമില്ലേനു, ഒരു 1/4 കപ്പ് മതി, 1/4 കപ്പൊക്കെ മതി. കാരണം നല്ല മധുരം ഉണ്ടായിരുന്നു കേക്കിന്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. കാരണം നോർമലി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ബീറ്റർ എടുക്കുക, ബീറ്റ് ചെയ്യലും ഒക്കെ ഒരു പണിയാണല്ലോ. ഇതിന് പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇതേപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ സംഭവം നല്ല സുഖമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിതിലേക്കൊരു 1/2 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ കൂടുതൽ ആൾക്കാർ കൊക്കോ പൗഡർ ഇടൽ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ നമുക്കിവിടെ കുറച്ചുകൂടി ഇഷ്ടം ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതാണ് എനിക്കിതിൽ മെയിനായിട്ട് തോന്നിയത് കേട്ടോ. അത്യാവശ്യം നല്ലോണം ചോക്ലേറ്റ് ഇട്ട് കൊടുത്തോളി. എന്നിട്ട് പിന്നെ നട്ട്സ് പിന്നെ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ചോക്ലേറ്റ് അതെന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലൊരു ട്രേയിൽ ജസ്റ്റ് ബട്ടർ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ട്രേയിലേക്ക് ബാറ്റർ ആക്കി കൊടുക്കുക. ഞാൻ എയർ ഫ്രയറിൽ ഒരു 180 ഒരു 30 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്തിട്ടോ. ഞാൻ ഫസ്റ്റ് ഒരു 20 മിനിറ്റ്സ് വെച്ചു, അപ്പം സെറ്റായില്ല. പിന്നെ ഒരു 10 മിനിറ്റ്സും കൂടി എക്സ്ട്രാ വെച്ചു. അപ്പോഴേക്കും സാധനം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സംഭവം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നല്ല മധുരം ഉണ്ടായിരുന്നു. 1/2 കപ്പ് പഞ്ചസാരൻ്റെ ഒരു ആവശ്യം ഇതിനില്ല. ഇനി എന്തായാലും ഇതിൽ കൊക്കോ പൗഡർ ഇടാതെ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കണം.